ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം പത്രമാലിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവീനെ വിളിച്ച് സംസാരിക്കുകയാണ് കനക. അപ്പം കനക കാര്യങ്ങൾ പറയുന്നുണ്ട്. അതല്ല മോനെ, മോൻ്റെ കല്യാണക്കാര്യമൊക്കെ എന്തായി? ഓ, കല്യാണക്കാര്യമൊക്കെ എന്താകാൻ എൻ്റെ ആൻറ്റി, അതിൻ്റേതായ രീതിയിൽ അത് നടക്കുന്നു. ആ, നമുക്കൊക്കെ കല്യാണ പെണ്ണിനെയൊക്കെ അന്വേഷിച്ചാലും കിട്ടൂലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അതെന്താ മോനെ, നല്ല പെണ്ണിനെ മോന് കിട്ടുമല്ലോ. ദേ, മോന് വേണ്ടിയേ വേണമെങ്കിൽ ഞങ്ങളും അന്വേഷിക്കാട്ടോ നല്ല പെണ്ണുങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അപ്പം നവീൻ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, എൻ്റെ ആൻറ്റി, എനിക്ക് പറ്റിയ പെണ്ണ് ആൻറ്റിയുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ആൻറ്റി കൂടുതൽ അന്വേഷിക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ ഗോവിന്ദൻ ഈ കനകത്തിനോട് ചോദിക്കുകയാണ്, കനകം നിൻ്റെ ഇപ്പോൾ സംശയം മാറിയില്ലേ? അത് പിന്നെ സംശയം മാറി ഗോവിന്ദേട്ടാ, ഇതാ പറയുന്നത്. ഇപ്പം സംശയം തീർന്നു കഴിഞ്ഞപ്പോഴേക്ക് സമാധാനമായി. അല്ല, ഞാൻ ആലോചിക്കുവാണ്, അപ്പം പിന്നെ നന്ദു ആരെയായിരിക്കും വിളിച്ചിട്ടുണ്ട്? ഇപ്പം ഞാൻ പറയുന്നത് കേട്ട് അതങ്ങനെ പറഞ്ഞതായിരിക്കും. അതെ, വീണ്ടും തുടങ്ങി സംശയം. അതല്ല ഗോവിന്ദേട്ടാ, മനസ്സിൽ മുഴുവൻ സംശയങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ദേ, ആകെ ഒരു വെപ്രാളമാണ്, പരവേശമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ഗോവിന്ദേട്ട എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, നവീൻ എന്തെങ്കിലും തോന്നിക്കാണോ? ആകെ നവീൻ്റെ മുന്നിൽ ഒരു ചമ്മി നാരൊരവസ്ഥയിൽ. നീയോ? ഒരു ചമ്മിന്ന് അറിയില്ല. കാരണം നിനക്ക് അതിൻ്റേതായ രീതിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് നന്നായിട്ട് തന്നെ അറിയാലോ കനകം. അതുകൊണ്ട് നീ നന്നായിട്ട് തന്നെയാണ് സംസാരിച്ചത്. അല്ല, ഇനി ദേ, അവനും അറിയാലോ നമ്മുടെ വീട്ടിലും ഒരു പെൺകുട്ടി ഉണ്ടെന്ന്. കല്യാണപ്രായമായ പെൺകുട്ടി ഉണ്ടെന്ന്. ഇനിയിപ്പോൾ അവന് വേണ്ടി ആലോചിച്ചതായിട്ട് അവന് മനസ്സിലായി കാണോ? എന്നിട്ട് ഞാൻ പിടിക്കും. ഇല്ല ഗോവിന്ദേട്ടാ, നമുക്ക് അവനെ ആലോചിക്കാനൊന്നും പറ്റില്ലല്ലോ. കാരണം അവൻ്റെ അമ്മയാണെങ്കിൽ കടുംപിടുത്തക്കാരിയാണ്. തൻ്റെടിയായ പെണ്ണുങ്ങളെയൊന്നും അവൻ്റെ അമ്മയ്ക്ക് ഇഷ്ടേയല്ല. അതുകൊണ്ട് നമ്മൾ ആ വഴി ചിന്തിക്കാനേ പാടില്ല. അതുമാത്രമല്ല, അനന്തപുരിക്കാർ പോലെ തന്നെ ഈ നവീൻ്റെ കുടുംബവും വലിയ കുടുംബമാണ്. ആ കുടുംബത്തേക്കൊക്കെ നമ്മുടെ മകളെ കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട് പറ്റുമോ? അത്രയും വലിയ യോഗ്യതയൊക്കെ നമുക്കുണ്ടോ? അല്ലെങ്കിൽ മൂർത്തി മുത്തശ്ശൻ ഇവിടെ വന്നപ്പോൾ മുതൽ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതല്ലേ. പെണ്ണാലോചിച്ച് വന്നതാണ് നന്ദൂരെ, എന്നിട്ട് അദ്ദേഹത്തിന് മുഖം പോലും കൊടുക്കാതെ തല കുരിഞ്ചല്ല അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ആ ഒരു സങ്കടവും വിഷമവും ഒക്കെ മുത്തശ്ശനും കാണും. പിന്നീട് മുത്തശ്ശനും ഇവിടെ വന്നൊന്നുമില്ല. എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. ആ ജോത്സ്യനിതേ കഴിഞ്ഞിടയും കൂടി പറഞ്ഞായിരുന്നു, ഞാൻ കാണാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദുവും അനിയും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന്. നന്ദുവിന് ഇഷ്ടപ്പെട്ട ആൾ തന്നെ കല്യാണം കഴിക്കുവാണെന്നൊക്കെയാണ് ആ ജ്യോത്സ്യം പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനകത്ത് വല്ലാത്തൊരു പേടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ എതിർത്താലും ആ കല്യാണം നടക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെ നടക്കാനാണ് കനകം? അത് നടക്കില്ല. നമ്മൾ ഉറപ്പിച്ച് തന്നെ അങ്ങോട്ട് പറയണം. നമ്മളുടെ നിയന്ത്രണത്തിലാണല്ലോ നന്ദു. അപ്പം പിന്നെ ആ കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല. അതല്ല ഗോവിന്ദേട്ടാ, പിള്ളേരല്ലേ, എന്തൊക്കെയാണ് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദേ കണ്ടു തന്നെ അറിയണം. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, എപ്പോഴും നമ്മൾ ഈ ജോലിസിൻ്റെ അടുത്ത് തന്നെയല്ലേ പോകുന്നത്. ജോലിസിനൊന്ന് മാറ്റി പിടിക്കേ. ആ ജോലിസിന് എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് അറിയാലോ കനകം എന്ന് പറഞ്ഞപ്പോഴേക്കും, ഇത് നമ്മുടെ കുടുംബ ജോലിസിനാണ്. ആ ജോലിസ്യൻ പറഞ്ഞ ഒരു കാര്യവും ഇതേവരെ തെറ്റിട്ടില്ല. നയനയുടെയും നവിയുടെയും എല്ലാ കാര്യങ്ങളും ആ ജോത്സ്യൻ തന്നെ പറഞ്ഞതുപോലെ തന്നെ നടന്നില്ലേ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമുക്ക് ഇതും കാണാനായിട്ട് പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു മനസമാധാനം ഇല്ലാതെയായി. നീ ആ കാര്യത്തെ പിടിച്ച് തൂങ്ങി സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, പോയി കിടക്കാൻ നോക്കിയതും പറഞ്ഞുകൊണ്ട് കനകത്തെ പറഞ്ഞു വിടുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ദേ കോട്ടും സൂട്ടൊക്കെ അണിഞ്ഞിട്ട് നമ്മുടെ അബി താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. കൂടെ അവന്തികയുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഈ നമ്മുടെ നാഗേന്ദ്രൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അഭിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് നാഗേന്ദ്രന്. അങ്ങനെ അഭി എന്ന് അച്ഛനെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കാൽക്കൽ വീഴുകയാണ്. അപ്പോൾ നാഗേന്ദ്രന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. മോനെ, നീ വിജയിച്ച് വരണം, മനസ്സിലായല്ലോ. എല്ലാം വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ഞങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. എന്നാലും നീ നിൻ്റേതായ പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കണം. പറഞ്ഞ മനസ്സിലായി വഴിയപ്പോഴേക്കും തീർച്ചയായിട്ടും അച്ഛാ, എനിക്ക് ഒരു കാരണവശാലും വീഴ്ച വീഴില്ല. മൂർത്തീസ് കമ്പനിയെ അടിപതനത്തിലാക്കണം. എന്നിട്ട് നമുക്ക് വിജയകിരീടം നേടണം. അനി വരില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതേന്നേ, മൂർത്തീസ് കമ്പനിയുടെ MD വരില്ല. അവനെ പങ്കെടുക്കാൻ പേടിയാണത്രേ. അവൻ തോറ്റു പോകുമെന്ന് അവന് നന്നായിട്ട് തന്നെ അറിയാച്ചാ.
അതുകൊണ്ടാണല്ലോ അവൻ വരാതിരിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ അവന്തിക്കാണെങ്കിൽ പക്ഷേ എനിക്ക് സങ്കടമായിട്ടോ. എന്തു പറഞ്ഞാലും ഞാൻ കെട്ടാൻ പോകുന്ന ചെറുക്കനല്ലേ അനിയേട്ടൻ. അപ്പം അനിയേട്ടനെ അത്രയും വലിയ താഴ്ത്തുണ്ടായിരുന്നു മോളെ. അതൊക്കെ ഈ അച്ഛന് നന്നായിട്ട് തന്നെ അറിയാം. മൂർത്തീസ് കമ്പനി അത്ര വലിയ അടിപതനത്തിലേക്ക് പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ഏതായാലും വരാഞ്ഞത് നന്നായി. നമ്മളെ വിജയിക്കുള്ളതെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. അപ്പം പിന്നെ എല്ലാവരുടെ മുന്നിൽ തോറ്റ് തലയും കുനിച്ച് നിൽക്കുന്ന അനിയെ കാണണോ? വേണ്ടല്ലോ. അവൻ അവിടെ വരാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നൊക്കെ പറയണം. അച്ഛാ, അപ്പോൾ ഈ ഡീല് നമുക്ക് തന്നെ കിട്ടുമല്ലോ അച്ഛാ. അതിനെന്താ സംശയം? മോൻ വിജയിച്ചു വാ മോനെ. ഈ ഡീല് നമുക്ക് തന്നെ കിട്ടും. അതിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അഭിയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ അനിയെ കാണിക്കുകയാണ്. അപ്പം അനിയാണെങ്കിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഇറങ്ങി വരിക. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ഇന്ന് ഡീൽ ഉറപ്പിക്കാനായിട്ട് പോവുകയാണ്. അനി വിജയിച്ച് തന്നെ വരുമെന്നാണ് വിശ്വാസം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയെ കാണിക്കുകയാണ്. ദേ നമ്മുടെ കൊച്ചുമോൻ മിടുക്കം വരുന്നത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ് അനി. ദേ മക്കളെ, നീ വിജയിച്ച് തന്നെ വരും, അതിലൊരു യാതൊരു സംശയമില്ല. പിന്നെ ഞാനേ ജലജാപ്ചിയോടും പിന്നെ അബിയോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ ഡീലിന് പോണില്ലെന്നാണ്. അതേ മോനെ, ആ ഡീലിന് പോണില്ലെന്ന് തന്നെ വേണമല്ലോ നമ്മളെല്ലാവരുടെ മുന്നിൽ പറയാനായിട്ട്. അതാണല്ലോ നമ്മുടെ വിജയത്തിന് പിന്നിൽ. ദേ ഉറപ്പായിട്ടും ഈ ഒരു ഡീലിന് എൻ്റെ കൊച്ചുമോൻ വിജയിച്ച് വരും. ഞാൻ വിജയിച്ച് വരുന്നത് ആദർശേട്ടനും നയനേട്ടത്തിയൊക്കെ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മുത്തശ്ശ. ഇത് കേട്ട മുത്തശ്ശൻ്റെ മുഖഭാവം എന്ന് പറയണം. ആരും പ്രവർത്തിക്കുന്നത് കൊണ്ടൊന്നും അല്ല, എൻ്റെ കൊച്ചുമോൻ്റെ കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഡീലിന് വിജയിക്കാനായിട്ട് പോകുന്നത്. ഇതിനെല്ലാ ക്രെഡിറ്റും നിനക്ക് തന്നെയാണ് മോനെ അനി എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി മുത്തശ്ശ, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ മോനെ. വിജയിച്ച് വാ മോനെ, നിനക്ക് എല്ലാ അനുഗ്രഹവും ദൈവം തരുമെന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ്. നിങ്ങൾ എന്ത് പരിപാടിയാണ് പറയുന്നത്? ഇതിന് പിന്നിൽ ആദർശമല്ലെന്നോ? എനിക്കറിയാം എൻ്റെ വസുധരെ, ആദർശാണെന്നൊക്കെ അറിയാം. പക്ഷെ അവൻ്റെ മുന്നിൽ എനിക്കങ്ങനെ പറയാനായിട്ട് സാധിക്കോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരം പിടിക്കില്ലേ? അതുകൊണ്ട് ഇതൊന്ന് വിജയിച്ചവൻ വരട്ടേന്നേ. പതിയെ പതിയെ നമ്മുടെ കള്ളങ്ങളും അങ്ങോട്ട് പൊളിക്കാം. പിന്നെ എനിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ഈ എം ഡിയുടെ കൂടെ ഇവനും കൂടി പോകുന്നതെന്ന്. ഈ അഭിയെ ഈ ഒരു ഡീലൊക്കെ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ഡീലുകളാണ്. ആ ഡീലുകളുടെ കൂട്ടത്തിൽ ഇവനെ പോലൊരിതിനെ കൊണ്ടുപോയത് ആലോചിക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എം ഡിമാരെ സാധാരണ പോകാറുള്ളൂ. എം ഡിമാരുടെ കൂടെ ഒരാളെ പോലും ഈ ഡീലൊന്നും കൊണ്ടുപോകാത്തതാ. പിന്നെ എന്തുകൊണ്ട് ഇവനെ? അതെ, ഇദ്ദേഹം പറയുന്നത് ശരി തന്നെയാണ്. എന്തിനാണ് ഇവനെയൊക്കെ കൊണ്ടുപോകുന്നത്? ആദർശിനും ആ ഒരു സംശയമൊക്കെ കാണും. കാരണം അപ്പോൾ ഈ അബിയും ഈ ഡേവിഡും കൂടി തമ്മിൽ എന്തൊക്കെയോ നല്ലൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവൻ ഈ ഡീലിന് പോയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സംശയിക്കുന്നത് പോലെ തന്നെ അവർ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേട്ട മുത്തശ്ശിയാണല്ലേ, അതെ അതെ എനിക്കും അങ്ങനെ തന്നെയാണ് സംശയം തോന്നുന്നത്. ഏതായാലും ഈ ഡീല് കഴിയുന്തോടും അവരെ ഏതായാലും പൊളിഞ്ഞ് പാളീസാകും. അതിന് യാതൊരു സംശയം വേണ്ട, തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയം വേണ്ട എന്നൊക്കെ പറയാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും അതേപോലെ തന്നെ നയനയാണ്. അപ്പോൾ ആദർശ് നയനയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡീല് എനിക്ക് തന്നെ കിട്ടും നയനെ. നീ ഇന്നലെ രാത്രി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തല്ലേ, നിന്റെ ഉറക്കമെല്ലാം നഷ്ടപ്പെട്ടല്ലേ. ദേ നീ ചെയ്ത സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോഴേക്കും അയ്യടാ, നന്ദിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ഇതല്ലേ എൻ്റെ കടമയാ, അതുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. മുത്തശ്ശനും അതേപോലെ തന്നെ ആദർശേട്ടനും ഒരു സങ്കടവും വരാൻ പാടില്ല. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാടിനും ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇത്രയും ഹാർഡ് വർക്കൊക്കെ ഞാൻ ചെയ്തത്. പിന്നെ നയന, നിൻ്റെ ആ ഡിസൈൻ കണ്ടിട്ടെ ഞാൻ തന്നെ അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് അന്തിച്ചു പോയി.
വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇത്രയും നാൾ നീ വരച്ച ഡിസൈനിനെക്കാളും ഏറ്റവും നല്ലൊരു ഡിസൈൻ തന്നെ വരച്ചിരിക്കുന്നത്. ഞാൻ ആ ഡിസൈൻ മാളവികയ്ക്ക് അയച്ചു കൊടുത്തു. മാളവികയുടെ ഒരു ഇതിൽ കുറേ ഡിസൈനെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡേവിഡ് സാറിന് കൈമാറുകയും മാളവികയെ ഒരു സംശയവുമില്ല ഡേവിഡിന്. അപ്പോൾ ആ ഡേവിഡ് കണ്ണും പൂട്ടി അതൊന്ന് ചെക്ക് പോലും ചെയ്യാതെ നേരെ ആ കമ്പനിക്ക് അഴയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. ഇനിയല്ല അവിടെ ചെല്ലുമ്പോൾ പൂരത്തിൻ്റെ പണി കിട്ടാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇവിടെ ആദർശേട്ടാ മാളവികയെ ശരിക്കും വിശ്വാസമാണ്. അതേപോലെ തന്നെ ഞാനും മാളവികയ്ക്ക് നല്ല ഡിസൈൻ തന്നെയല്ല, അതിനേക്കാളും വലിയൊരു ഡിസൈനാണ് നമുക്കും ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയണത് നമുക്ക് അറിയാലോ. ഏതായാലും അനി വരട്ടെ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനി വരുന്നത്. അവൻ വന്നല്ലോ. അപ്പോൾ ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ്. തന്നെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എന്നെ നിങ്ങൾ രണ്ടുപേരും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കാൽക്കൽ വീഴുകണേ. എന്താണ് ഇത്? വിജയം നിനക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാടാ, അതിൽ യാതൊരു സംശയവും വേണ്ട. നീ വിജയിച്ച് തന്നെ വരും. ആദർശേട്ടാ അവരെല്ലാത്തിനും പിന്നിൽ ആദർശേട്ടൻ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാനേ മുത്തശ്ശനോടൊന്ന് സൂചിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. മുത്തശ്ശനോട് നീ പറഞ്ഞോ ഞാനാണ് ഇതിന് പിന്നിലെന്ന്? പിന്നെ പറയാതെ. അങ്ങനെ ശരിക്ക് പൂർണ്ണമായിട്ടൊന്നും പറഞ്ഞില്ല. അവിടെ ഇവിടെ തൊട്ടൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട, അതെല്ലാം നിനക്കിരിക്കട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്. വിജയിച്ച് വരുമ്പോൾ ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ്. പക്ഷേ മുത്തശ്ശിയെങ്കിലും സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടേ ഏട്ടാ. അല്ലാതെ ഇതെല്ലാ കഴിവുകളും എൻ്റെയാണോ? എനിക്കിതിൽ ഒരു പങ്കുമില്ല ഏട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അപ്പോൾ പിന്നെ ഏട്ടനും ഏട്ടത്തി ഇതിന് ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ? ശരിയാ. നയനയാണെങ്കിൽ ഇതിന് ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ടു. രാത്രി മുഴുവൻ ഉറക്കമൊഴിക്കുകയായിരുന്നു. എന്തിനേട്ടാ ഏട്ടത്തിയെ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കണ്ടായിരുന്നു? അപ്പോഴേക്കും നയനയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ലടാ, നമ്മളുടെ ഇതിനു വേണ്ടിയല്ലേ. നമ്മുടെ മൂർത്തീസ് കമ്പനി ഉറപ്പായിട്ടും വിജയിച്ച് തന്നെ വരണം. ഒരിക്കലും ഇനി താഴോട്ട് പോകാനായിട്ട് പാടില്ല. അതിനു വേണ്ടി എത്രയും കഷ്ടപ്പെടാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് നയനയും പറയാണ്. ഏട്ടൻ ഡീലിന് വരില്ലേ? ഞാനങ്ങോട്ട് വരില്ല, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതിന് യാതൊരു കുഴപ്പമില്ല. ശരി എങ്കിൽ പിന്നെ വന്ന് ഇറങ്ങി നയന, പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും നേരെ കാറിലേക്ക് കയറുകയാണ്. ഇതേ സമയം തന്നെ ഡീല് ഉറപ്പിക്കുന്ന ആ സ്ഥലത്ത് അവിടെ നമ്മുടെ ഡേവിഡും അതേപോലെ തന്നെ അഭിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു ആൾ ചോദിക്കുകയാണ്, അല്ല മൂർത്തീസ് കമ്പനിയിൽ നിന്ന് ആരും വന്നില്ലല്ലോ, അവിടുത്തെ MD വന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ വരില്ലെന്നേ. അവർക്കറിയാം ഈ ഡീലിന് അവർ തോറ്റു പോകുമെന്ന്. അതുകൊണ്ട് മൂർത്തീസ് കമ്പനിയുടെ MD വരില്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് ഈ ഡേവിഡ് അങ്ങോട്ട് പറയുകയാണ്. ഇത് കേട്ട അനിയും അഭിയും ആണെങ്കിൽ അതെ മൂർത്തീസ് കമ്പനിയുടെ MD വരില്ല, അവർക്ക് തോറ്റു തുന്നാൻ പാടാൻ കഴിയില്ലെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഡീലൊക്കെ നമുക്ക് അങ്ങോട്ട് കൈകാര്യം ചെയ്യാം എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും വേറൊരുത്തനിങ്ങനെ സംസാരിക്കുകയാണ്, അതെ ഇത് വലിയൊരു ഇൻ്റർനാഷണൽ ലെവലുള്ള ഡീലാണ്. ഇത് എല്ലാ മികച്ച ജ്വല്ലറിക്കാരും വന്ന് പങ്കെടുക്കുന്ന ഒരു ഡീല് തന്നെയാണ്. ഇതിൻ്റെ അവസാന റിസൾട്ട് കൊണ്ടുവരുന്നത് ഇദ്ദേഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അനിയാണെങ്കിൽ അഭിയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ നിൽക്കുകയാണ് ഇതെല്ലാം കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഡേവിഡ് ചോദിക്കുകയാണ്, എന്താ അബി ഇതൊക്കെ ഫസ്റ്റ് അനുഭവമാണല്ലേ? അതെ ഇത് ഫസ്റ്റ് അനുഭവം തന്നെയാണ്. ഇനി ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ പങ്കെടുക്കാം, ഞാനല്ലേ കൂടെ ഉള്ളത് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അബിയുടെ കുടില ചിന്ത മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി വരികയാണ്. അതേടോ പക്ഷേ പങ്കെടുക്കാൻ ഇനി അടുത്ത പ്രാവശ്യം താനുണ്ടാവില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേ എൻ്റെ അച്ഛൻ്റെ കമ്പനിയാണ്, തനിക്ക് എന്താണ് ഇവിടെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു രീതിയിലാണ് അവിടെ അഭി മനസ്സിൽ കണക്ക് കൂട്ടുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ അനിയും ആദർശും കൂടി കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം അനി പറയാണ്, എൻ്റെ ആദർശേട്ടാ അടുക്കും തോറും എനിക്കാണെങ്കിൽ പേടിച്ചിട്ടൊരു രക്ഷയില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഡീലെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവിടെ അടുക്കാറാകുമ്പോഴത്തേക്ക് എൻ്റെ കൈയും കാലും വിറക്കുന്നു. എന്തിനാടാ കൈയും കാലൊക്കെ വിറയ്ക്കുന്നത്? എടുത്ത ആദ്യത്തെ അനുഭവമായത് കൊണ്ടാണ്. ഇതൊക്കെ നമുക്ക് സാധാരണയായിട്ട് ഡിലേ ആവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്, അതുകൊണ്ടല്ലേ വരാത്തത്. നീ വിജയിക്കൂടാ, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നാൽ ആദർശേട്ടൻ അവിടെ വന്നിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വരാനായിട്ട് കഴിയില്ലല്ലോ. പിന്നെ അവിടെ അഭിയുണ്ട്, അഭിയൊക്കെ വിചാരിച്ചിരിക്കുന്നത് നീ ഇന്ന് ഡീലിന് പങ്കെടുക്കില്ലെന്ന് തന്നെയാണ്. നിന്നെ കാണുമ്പോഴേ ശരിക്കും അവർ അന്തം വിട്ടൊരവസ്ഥയിലായി പോകും.
പിന്നെ അറിയാലോ, നമ്മൾ കുറേ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ കുറേ രഹസ്യങ്ങളും നമ്മളുടെ ഫോണിലേക്ക് വരികയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ വിജയത്തിന് പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. അത് ആരാണെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ മിക്ക കഴിവുകളും നയനയുടെ ആണെന്നൊക്കെ ഇങ്ങനെ പറയാ. ഏതായാലും ആദർശേട്ടാ, ഏതായാലും ഇടിയിൽ പങ്കെടുത്തല്ലേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അതെ അനി, നിനക്ക് ഞാൻ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നീ ആ വണ്ടി കയറി പോയിക്കോ. പിന്നെ ഡീൽ ഉറപ്പിച്ച് പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ നീ എന്നെ വിളിക്കണം, ശരി ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി നേരെ വേറൊരു വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.